നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിഭാഗീയതയുടെ നിഴലിൽ CPI പാലക്കാട് ജില്ലാ സമ്മേളനം നാളെ മുതൽ വടക്കഞ്ചേരിയിൽ. മുതിർന്ന നേതാവ് KE ഇസ്മായിലിന് ക്ഷണമില്ല. സസ്പെൻഷനിലായിരുന്ന KE ഇസ്മായിലിന്റെ അംഗത്വം പുതുക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടും പുതുക്കൽ സമ്മേളനത്തിന് ശേഷം മതിയെന്ന് ജില്ലാ നേതൃത്വം തീരുമാനിച്ചത് വിഭാഗീയതയുടെ ഭാഗമെന്ന വിമർശനം. ചേലക്കരയിൽ നിയോജക മണ്ഡലം പട്ടയമേള. 377 പേർക്ക് പട്ടയം നൽകി. ഭൂരഹിതരില്ലാത്ത നാടായി സർക്കാർ കേരളത്തെ മാറ്റുമെന്ന് UR പ്രദീപ് MLA. വറുതിയുടെ കർക്കിടകം പിന്നിടാൻ ഇനി പുണ്യരാമായണത്തിന്റെ രാഗാമൃതം. രാമനാമജപങ്ങളുമായി രാമായണ മാസം പിറന്നു. ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തിസാന്ദ്രം. വാർത്തകൾ വിശദമായി. CPI പാലക്കാട് ജില്ലാ സമ്മേളനം നാളെ മുതൽ 20 വരെ വടക്കഞ്ചേരിയിൽ നടക്കും. മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെ സമ്മേളനത്തിന് ക്ഷണിക്കാത്തത് ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. സസ്പെൻഷനിലായിരുന്ന KE ഇസ്മായിലിന്റെ അംഗത്വം പുതുക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടും സമ്മേളനത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നതിന് പിന്നിൽ ജില്ലയിലെ വിഭാഗീയതയാണെന്ന് വിമർശനമുണ്ട്. CPI ജില്ലാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ വിഭാഗീയതയാണ് പ്രധാന ചർച്ചാ വിഷയം. KE ഇസ്മായിലിനെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഇസ്മായിലിനെ ക്ഷണിക്കാതിരുന്നതിന് പിന്നിലുള്ളത് ജില്ലയിലെ വിഭാഗീയതയാണെന്ന് പരക്കെ വിമർശനമുണ്ട്. CPIയിലെ അവഗണിക്കാൻ കഴിയാത്ത നേതൃനിരയിലേക്ക് ഉയർന്ന KE ഇസ്മായിലിന്റെ താഴ്ച വളരെ പെട്ടെന്നായിരുന്നു. സംസ്ഥാന സെക്രട്ടറി പദം കൊതിച്ച ഇസ്മായിലിന് അവസരം കിട്ടാതെ വരികയും കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആവുകയും ചെയ്തതോടെയാണ് വിഭാഗീയത ഉടലെടുത്തത്. കാനത്തിന് ശേഷവും സീനിയർ നേതാവായ KE സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടില്ല. 75 വയസ്സ് പ്രായപരിധിയുടെ പേരിൽ 2022 തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിലിൽ നിന്നൊഴിവായ KE ഇസ്മായിൽ വിജയവാഡയിൽ നടന്ന ദേശീയ സമ്മേളനത്തിൽ ദേശീയ കൗൺസിലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന രാജുവിൻ്റെ മരണത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ചതാണ് KEയുടെ സസ്പെൻഷനിലേക്ക് എത്തിച്ചത്. KE ഇസ്മായിലിന് പാർട്ടിയിൽ പരിഗണന ലഭിക്കാതെ വന്നതോടെ ജില്ലയിൽ രൂപം കൊണ്ട സേവ് CPI ഫോറത്തിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ തുടരുന്നത്. സേവ് CPIക്കൊപ്പം നിന്ന KEയുടെ മകൻ ബൈജു അടുത്ത കാലത്ത് CPIയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. മന്ത്രി, MP എന്ന നിലകളിലും CPI ദേശീയ തലത്തിലും പ്രവർത്തിച്ച KE ഇസ്മായിലിന് സമ്മേളനത്തിലേക്ക് ക്ഷണമില്ലെങ്കിലും സഹോദരനും മുതിർന്ന നേതാവുമായ KE ഹനീഫയെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കര നിയമസഭാ മണ്ഡലം പട്ടയമേള സംഘടിപ്പിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഈ പട്ടയം വിതരണം ചെയ്തത് തന്നെ 2016 മുതൽ എടുത്ത് കണക്കാക്കുമ്പോൾ 1,77,011 പട്ടയം 2016 മുതൽ 21 വരെ കാലഘട്ടത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർന്നില്ല. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ വിതരണം ചെയ്ത് അത് ഓരോ 100 ദിവസം വെച്ച് കർമ്മ പദ്ധതി തയ്യാറാക്കി ഓരോ 100 ദിവസവും ഇതിനെ വളരെ കൃത്യമായി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തീരുമാനമനുസരിച്ച് ആദ്യത്തെ 100 ദിവസം നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്തത് 54,535 പട്ടയങ്ങളാണ്. രണ്ടാം പിണറായി സർക്കാർ അല്ലെങ്കിൽ രണ്ടാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 100 ദിവസം കൊണ്ട് കൊടുക്കാൻ കഴിയും. 2 LA പട്ടയങ്ങൾ, 26 വനഭൂമി പട്ടയങ്ങൾ, 211 LT പട്ടയങ്ങൾ, 137 ദേവസ്വം പട്ടയങ്ങൾ എന്നിങ്ങനെ 377 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ LR ഡെപ്യൂട്ടി ഡയറക്ടർ MC ജ്യോതി സ്വാഗതവും സബ് കളക്ടർ അഖിൽ V മേനോൻ നന്ദിയും പറഞ്ഞു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗിരിജ മേലിടത്ത്, K ജയരാജ്, PP സുനിത, KM പത്മജ, ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ശശിധരൻ, തഹസിൽദാർ MR രാജേഷ്, ലാൻഡ് ട്രിബ്യൂണൽ കുന്നംകുളം സ്പെഷ്യൽ തഹസിൽദാർ KT ബാബു, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചേലക്കര നിയമസഭാ മണ്ഡലം പട്ടയമേളയിൽ 100 വയസ്സ് തികഞ്ഞ കാളിയമ്മയ്ക്ക് UR പ്രദീപ് MLA പട്ടയം നൽകി. 80 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ 15 സെന്റിന്റെ പട്ടയം ലഭിച്ച സന്തോഷത്തിലാണ് കാളിയമ്മ. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പട്ടയമേളയിൽ 100 വയസ്സ് കഴിഞ്ഞ കാളിയമ്മയ്ക്ക് UR പ്രദീപ് MLA പട്ടയം നൽകിയപ്പോൾ കണ്ടുനിന്ന ഉദ്യോഗസ്ഥരും നാട്ടുകാരും എണീറ്റ് നിന്ന് കൈയടിച്ച് കൈകൂപ്പി നിന്നപ്പോൾ സദസ്സിൽ വേറിട്ടൊരു സന്തോഷത്തിൻ്റെ അനുഭവമായി മാറി.
സന്തോഷം കൊണ്ട് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് എല്ലാം നേടിയെടുത്ത ഭാവത്തോടെ പട്ടയം മാറോട് ചേർത്ത് പിടിച്ച് തലോടുകയായിരുന്നു കാളിയമ്മ. എനിക്ക് 100 വയസ്സും 6 മാസവുമായി എന്നവർ അവിടെ വെച്ച് ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ MLA അടക്കം ചിരിച്ചു. തിരുവില്ലാമല പാമ്പാടി വില്ലേജ് കൊളമ്പിൽ കൊല്ലാക്കുകുന്നത്ത് വീട്ടിൽ പരേതനായ ചാമിയുടെ ഭാര്യ കാളി 101 വയസ്സിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവരുടെ പട്ടയം വാങ്ങിക്കാൻ വേണ്ടിയാണ് മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാൾ മണ്ഡപത്തിൽ മകൾ കോമളവും മരുമകൻ വിജയൻ്റെയും ഒപ്പമാണ് പട്ടയം വാങ്ങിക്കാനായി എത്തിയത്. ഏകദേശം 80 വർഷത്തോളം ചാമിക്ക് അടുത്തുള്ള വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ആ വീട്ടുകാർ അന്ന് എഴുതി കൊടുത്തതായിരുന്നു 45 സെൻറ്റ് സ്ഥലം. എന്നാൽ അന്ന് കൊടുക്കുമ്പോൾ ആധാരം കൊടുത്തിരുന്നില്ല. ഇതിനെ തുടർന്ന് ഇവർ നിരവധി സ്ഥലങ്ങളിൽ ആധാരത്തിനു വേണ്ടി കയറിയിറങ്ങി. ഇതിൻ്റെ ഇടയിൽ 15 സെൻറ്റിൻ്റെ ആധാരം ശരിയായി വന്നപ്പോഴേക്കും ചാമി മരിക്കുകയും ചെയ്തു. കാളിയമ്മയ്ക്ക് അസുഖത്തെ തുടർന്ന് വാങ്ങിക്കാനും പറ്റാതെയായി. ഇപ്പോഴാണ് ആ സുലഭ നിമിഷം എത്തിപ്പെട്ടത്. അപ്പൊ അത് അവര് ഇത് പട്ടയം നമുക്ക് തന്നില്ല. അപ്പൊ അമ്മക്ക് അന്ന് ജോലി വേണ്ടെന്ന് വെച്ചിട്ട് കുറെ കാലം 10-40 കൊല്ലമായി പണി വേണ്ട. ഇത് തിരുവില്ലാമല പഞ്ചായത്തിൽപ്പെട്ടാണോ? പഴയന്നൂർ ബ്ലോക്ക് അല്ലേ? ഇപ്പൊ എങ്ങനെ കിട്ടിയപ്പോ എങ്ങനെ സന്തോഷം എന്ത് പറയണം? വയസ്സ് വകവയ്ക്കാതെ കോണിപ്പടികൾ കയറി മുകളിലെത്തി. ആധാരം കൈപ്പറ്റിയപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഒരു വികസനമാണെന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് പറഞ്ഞു. നിയോജകമണ്ഡലത്തിൽ വളരെ ആഹ്ലാദകരമായ ഒരു ചടങ്ങിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. 377 പേർക്ക് ഇന്ന് പട്ടയം നൽകേണ്ടായി. അതിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് 100 വയസ്സും 6 മാസവും തികഞ്ഞ കാളിയമ്മ. അവരുടെ സന്തോഷം ആ വേദിയെ ആകെ വല്ലാത്ത രീതിയിൽ പ്രസിദ്ധിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരോടൊപ്പം നിൽക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് വലിയ ഉത്തേജനവും ഊർജവും പകരുന്ന നിലയിലാണ് അത് കിട്ടിയതിൻ്റെ സന്തോഷം അവർ പങ്കുവച്ചത്. അവരുടെ സന്തോഷം അവർ പങ്കുവയ്ക്കാതിരുന്നില്ല. എല്ലാവരുമായും പത്രക്കാരുമായും അത് കിട്ടിയതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വറുതിയുടെ കർക്കിടകം പിന്നിടാൻ പുണ്യരാമായണത്തിൻ്റെ രാഗാമൃതം. രാമായണ മാസം പിറന്നതോടെ നാട് രാമനാമ മുഖരിതമാണ്. മിക്ക ക്ഷേത്രങ്ങളിലും രാമായണ മാസം വിപുലമായി ആചരിക്കുന്നുണ്ട്. രാമായണ പാരായണം, വിശേഷ പൂജകൾ, ആനയൂട്ട് തുടങ്ങിയ പരിപാടികൾ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തിസാന്ദ്രം. പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. 70ഓളം ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. വടക്കുംനാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ടിൽ പങ്കെടുത്തത് 10,000-ങ്ങളാണ്. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങി. ആനയൂട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗജപൂജയും നടന്നു. പുലർച്ചെ മുതൽ വടക്കുംനാഥ ക്ഷേത്ര മൈതാനം ആനപ്രേമികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി ഗജവീരന്മാർ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തി. ആനയൂട്ടിന് മുന്നോടിയായി 12,008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു. 8:30 ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഗജപൂജ ആരംഭിച്ചു. 5 ആനകൾക്ക് വീതമാണ് ഒരേ സമയം ഗജപൂജ നടന്നത്. ഇതിനുശേഷം ആനകൾ ക്ഷേത്രത്തിന് അഭിമുഖമായി ആനയൂട്ടിനു വേണ്ടി നിരന്നു നിന്നു. ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുണ്ട്, പിന്നെ നമ്മുടെ പ്രധാന വ്യക്തികളുണ്ട്. ആദ്യം മേൽശാന്തി കൊടുത്താൽ അടുത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ സാർ കൊടുക്കും. അതിനുശേഷം നമ്മളിവിടെ ക്ഷണിച്ചിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളും എല്ലാ ആനകൾക്കും കൃത്യമായി ഭക്ഷണം കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്ര മേൽശാന്തി ആദ്യ ഉരുളപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വോളണ്ടിയർമാരുടെ നിർദ്ദേശമനുസരിച്ച് ബാക്കിയുള്ള ആനകൾക്കും ഭക്ഷണം നൽകാവുന്നതാണ്. ഇവിടെ ആദ്യ ഉരുള ചെറുമുക്ക് ശ്രീരാജ് നാരായണ നമ്പൂതിരി എടുത്ത് ആനകൾക്ക് ഉദ്ഘാടനം ചെയ്തു. ഭക്തജനങ്ങൾ വോളണ്ടിയർമാരുടെ നിർദ്ദേശപ്രകാരം വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ആനകൾക്കുള്ള ഭക്ഷണം എല്ലാ ആനകളുടെയും മുമ്പിലെത്തിയിട്ടുണ്ട്. ആനകൾക്ക് എല്ലാ ആനകൾക്കും 43ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട്. അലങ്കാരങ്ങളില്ലാത്ത ആനച്ചന്തം ആസ്വദിക്കാൻ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന്
പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആനകൾക്കുള്ള സുഖചികിത്സ വെള്ളിയാഴ്ച ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോക സർപ്പ ദിനത്തോടനുബന്ധിച്ച് കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജിൽ ബോധവൽക്കരണവും പ്രദർശനവും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ കിരാതമൂർത്തി ഉദ്ഘാടനം ചെയ്തു. ലോക സർപ്പ ദിനത്തോടനുബന്ധിച്ച് പാമ്പുകളെ സംബന്ധിച്ചാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പ്രദർശനവും ഒരുക്കിയിരുന്നു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യജീവികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനു വേണ്ടി ക്ലാസും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ കിരാതമൂർത്തി, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ എം സിന്ധു, അഗതതന്ത്ര ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ ആദർശ് ജി ദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടുംബശ്രീ സംരംഭമായ മാ കെയർ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണപാനീയങ്ങൾ, പഠനത്തിനാവശ്യമായ സ്റ്റേഷനറി സാധനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് മാ കെയർ സെന്ററിന്റെ പ്രത്യേകത. കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ സംരംഭമാണ് വിദ്യാലയങ്ങളിൽ മാ കെയർ സെന്ററിന്റെ പ്രവർത്തനം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സംരംഭമായ മാ കെയർ സെന്ററിന്റെ പ്രവർത്തനമാണ് ബുധനാഴ്ച വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണപാനീയങ്ങൾ, പഠനത്തിനാവശ്യമായ സ്റ്റേഷനറികൾ എന്നിവ ലഭ്യമാക്കുക എന്നതാണ് മാ കെയർ സെന്ററിന്റെ പ്രത്യേകത. കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു വരുമാന മാർഗവും കൂടി കണ്ടെത്താൻ ഈ സെന്റർ വഴി സാധ്യമാകും. പ്രവർത്തന ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ്, അതിനൊരു കിയോസ്ക് സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള ഭക്ഷണ പാനീയങ്ങൾ, അതോടൊപ്പം തന്നെ അത്യാവശ്യം കുട്ടികൾക്ക് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുക, പഠനത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറികൾ ഏറ്റവും ആവശ്യമുള്ളതും വേണമെങ്കിൽ ലഭ്യമാക്കുക, അതുവഴി കുട്ടികൾക്ക് ക്വാളിറ്റിയുള്ള, വില കുറഞ്ഞിട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുകയും വനിതകൾക്ക്, കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു വരുമാനമാവുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ P പ്രസന്ന, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, K അശോകൻ, പഞ്ചായത്ത് സീനിയർ ചെയർപേഴ്സൺ സുനിത, സ്കൂൾ പ്രിൻസിപ്പൽ ബീന, ഹെഡ്മിസ്ട്രസ് ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി LED ബൾബ് നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ഏകദിന ശില്പശാല നടത്തിയത്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ മാനത്തോളം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് LED ബൾബ് നിർമ്മാണ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം നഗരസഭ, അമ്പലപ്പാറ പഞ്ചായത്ത്, ലക്കിടി പേരൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിയുള്ള കുട്ടികളും രക്ഷിതാക്കളുമാണ് ഒറ്റപ്പാലം ഗവൺമെൻറ് ഭദ്രവിദ്യാലയത്തിൽ വെച്ച് നടന്ന ശില്പശാലയിൽ പങ്കാളികളായത്. ഒപ്പം ഗവൺമെൻറ് ഭദ്രവിദ്യാലയത്തിലെ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടുകൂടിയായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഒറ്റ പരിപാടി കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ഭിന്നശേഷി മേഖലയിൽ അവസാനിക്കും എന്ന ധാരണയിലല്ല. ഇനിയും ഏറെ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് സാധ്യമായ നിലയിലുള്ള പ്രവർത്തനം ഈ മേഖലയിൽ ഇനിയും കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് MLA എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത്. ചടങ്ങിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകിദേവി അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ഉപാധ്യക്ഷൻ K രാജേഷ്, കൗൺസിലർ M മണികണ്ഠൻ, സമഗ്ര ശിക്ഷ കേരള BPC വെങ്കടേശ്വരൻ, PM മിനി, പ്രൊഫസർ സുനിത ബേവി, മധുകൃഷ്ണൻ, പ്രധാനാധ്യാപിക മിനി കുമാരി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിലെ ഭിന്നശേഷി കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംഗമത്തിൽ സ്വയം തൊഴിൽ പരിശീലനം ഒരുക്കണമെന്ന് ആവശ്യം ഉയർന്നു വന്നിരുന്നു. ഇത് പരിഗണിച്ചാണ് ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചങ്ങാതിക്കൊരു തൈ എന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിലാക്കി ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സെന്റ് തെരേസ് LP സ്കൂൾ. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ചങ്ങാതിക്കൊരു തൈ പദ്ധതി നടപ്പിലാക്കിയത്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ ചങ്ങാതിക്കൊരു തൈ എന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിലാക്കി സെന്റ് തെരേസസ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും. ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ
1 കോടി വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിക്കുക എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ചങ്ങാതിക്കൊരു തൈ എന്ന പദ്ധതി സ്കൂളിൽ സമുചിതമായി നടപ്പിലാക്കിയത്. ഒറ്റപ്പാലം ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ സിത്താര ഉദ്ഘാടനം ചെയ്തു. പ്രതിജ്ഞ ചൊല്ലൽ, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു. വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറിക്കൊണ്ട് സൗഹൃദം പങ്കുവച്ചു. PTA പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു. HM രാജി ടീച്ചർ, തൊഴിലുറപ്പ് AE കെ ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗമ്യ ടീച്ചർ സ്വാഗതവും ജിസി ടീച്ചർ നന്ദിയും പറഞ്ഞു. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും മരം വച്ചു പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ പരിപാടി സഹായകമായെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലക്കിടി കിള്ളിക്കുറിശിമംഗലം മാണി മാധവ ചാക്യാർ സ്മാരക ഗുരുകുലം ആഷാഢോത്സവം എന്ന പേരിൽ കൂടിയാട്ട മഹോത്സവം സംഘടിപ്പിക്കും. ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെ ഗുരുകുലം നാട്യശാലയിലാണ് പരിപാടി നടത്തുന്നതെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദിവസം വൈകിട്ട് 6:30 മുതൽ ഗുരുകുലം നാട്യശാലയിലായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക. കൂടിയാട്ടം, നങ്ങ്യാരമ്മക്കൂത്ത്, ചാക്യാർകൂത്ത്, പാടകം, മിഴാവിൽ തായമ്പക, മിഴാവുമേളം, കുഴൽപ്പറ്റ് എന്നിവയുടെ രംഗാവതരണമാണ് നടക്കുക. വ്യാഴാഴ്ച വൈകിട്ട് 6:30 മന്ത്രാംഗം കൂത്ത് പുറപ്പാടോടുകൂടിയാണ് ആഷാഢോത്സവത്തിന് തുടക്കം കുറിക്കുക. 18 മുതൽ 21 വരെ അന്തകവധം കൂടിയാട്ടം, 22 മുതൽ 25 വരെ ചാക്യാർകൂത്ത്, 24 മുതൽ 28 വരെ സീതാരാഘവം കൂടിയാട്ടം, 29-ാം തീയതി മുതൽ 31 വരെ പാടകം, ആഗസ്റ്റ് 1 മുതൽ 9 വരെ നങ്ങ്യാരമ്മക്കൂത്ത്, 10-ാം തീയതി മിഴാവിൽ തായമ്പക, 11-ാം തീയതി മുതൽ മത്തവിലാസം കൂടിയാട്ടം, ഓഗസ്റ്റ് 16-ന് പാടകം എന്നിങ്ങനെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്രാവശ്യത്തെ ആഷാഢോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരു പത്മശ്രീ PK നാരായണൻ നമ്പ്യാരാശാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കൂടിയാട്ടങ്ങളും നങ്ങ്യാരമ്മക്കൂത്തുകളും ചാക്യാർകൂത്തുകളും പാഠകങ്ങളും ആണ് ഇന്ന് ഈ പ്രാവശ്യത്തെ ആഷാഢോത്സവത്തിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ മത്തവിലാസം കൂടിയാട്ടം. മത്തവിലാസം എന്ന് പറയുന്നത് അനുഷ്ഠാനപരമായിട്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള കൂത്തമ്പലങ്ങളിലോ അല്ലെങ്കിൽ വലിയ അമ്പലങ്ങളിലോ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് നടത്തുന്ന വഴിപാട് കൂട്ടുകളായിട്ടാണ് മത്തവിലാസം കൂത്ത് നടന്നു പോന്നിരുന്നത്. അത് കരിവള്ളൂർ, മാടായിക്കാവ്, കൊട്ടിയൂർ തുടങ്ങിയിരിക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോഴും 1 മാസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാനങ്ങളായിട്ട് നടന്നു വരുന്നു. ആ മത്തവിലാസത്തിനെ മഹേന്ദ്ര വിക്രമ പല്ലവൻ എന്ന് പറയുന്ന കവിയുടെ മത്തവിലാസ പ്രഹസനം എന്നുള്ള നാടകത്തിൻ്റെ ഒരു ഭക്തിയുടെ ഒരു മാർഗത്തെ മാത്രമാണ് അതിൽ അവതരിപ്പിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ PK ഹരീഷ് നമ്പ്യാർ, വാസന്തി നാരായണൻ, സദനം വിനോദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. വിഭാഗീയതയുടെ നിഴലിൽ CPI പാലക്കാട് ജില്ലാ സമ്മേളനം നാളെ മുതൽ വടക്കഞ്ചേരിയിൽ. മുതിർന്ന നേതാവ് KE ഇസ്മയിലിന് ക്ഷണമില്ല. സസ്പെൻഷനിലായിരുന്ന KE ഇസ്മയിലിന്റെ അംഗത്വം പുതുക്കാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടും പുതുക്കൽ സമ്മേളനത്തിന് ശേഷം മതിയെന്ന് ജില്ലാ നേതൃത്വം തീരുമാനിച്ചത് വിഭാഗീയതയുടെ ഭാഗമെന്ന വിമർശനം. ചേലക്കരയിൽ നിയോജക മണ്ഡലം പട്ടയമേള. 377 പേർക്ക് പട്ടയം നൽകി. ഭൂരഹിതരില്ലാത്ത നാടായി സർക്കാർ കേരളത്തെ മാറ്റുമെന്ന് UR പ്രദീപ് MLA. വറുതിയുടെ കർക്കിടകം പിന്നിടാൻ ഇനി പുണ്യരാമായണത്തിന്റെ രാഗാമൃതം. രാമനാമജപങ്ങളുമായി രാമായണ മാസം പിറന്നു. ക്ഷേത്രങ്ങളിൽ വിശേഷ പരിപാടികൾ. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട് ഭക്തിസാന്ദ്രം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.